നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും സഹനങ്ങളുണ്ടാവില്ലേ? അപ്പോൾ നമുക്ക് സഹനവുമായി ബന്ധപ്പെട്ടൊരു വചനം കണ്ടാലോ? ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കും. റോമർ 12:12. നമ്മൾ സഹനം വരുമ്പോൾ നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. എന്ത് ഡിസിഷൻ എടുക്കണം, നമ്മളാകെ തകർന്നു പോവും മാനസികമായിട്ട്. അപ്പം എനിക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരു അനുഭവമാണ്. 2024 സെപ്റ്റംബറിൽ ഞാൻ ഓപ്പൺ ചെയ്ത ഒരു ബ്രാഞ്ച് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 2025 എനിക്കത് ക്ലോസ് ചെയ്യേണ്ടി വന്നു. അപ്പം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസയും കിട്ടിയില്ല, എനിക്കത് ഒത്തിരി നഷ്ടം ഉണ്ടാക്കി. അപ്പം ഞാനത് വേറെ രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചെങ്കിലും കൂടി അത് ഫെയിലാവാണ് ഉണ്ടായത്. അപ്പം എനിക്ക് ഒത്തിരി അധികം വിഷമമായി. അപ്പോൾ ഓരോന്നോരോന്ന് തകർച്ച നേരിടുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഒരു പിടുത്തം കിട്ടണില്ല. പൈസയാണെങ്കിൽ ഒത്തിരി ഇങ്ങനെ നഷ്ടം വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ഒരു ചേച്ചിയുണ്ട് അവിടെ. അപ്പോൾ ആ ചേച്ചിയായിട്ട് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാതെയായപ്പോൾ ഞാൻ കരഞ്ഞുപോയി. അപ്പോൾ ആ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു, വിഷമിക്കല്ല നീ ഇങ്ങനെ എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ ആ സമയത്ത് ഒരു സഹനത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും മറ്റുള്ളവർ നമ്മളോട് പറയും കുഴപ്പമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞാലും ഈ കടന്നു പോകുന്നവന് അതിൻ്റെ വേദന അറിയുള്ളൂ അല്ലേ? അപ്പം ഞാൻ ആ സഹനത്തിൻ്റെ പേരിൽ മാനസികമായിട്ട് തകർന്നു. പിന്നെ എനിക്കൊന്നും വേണ്ട എന്നുള്ളൊരു ചിന്താഗതി. പക്ഷേ എൻ്റെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഞാൻ അങ്ങനെ തകർന്നു പോയാൽ എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ നന്നായി പ്രാർത്ഥിച്ചു കർത്താവിനോട്. കർത്താവിൻ്റെ തീരുമാനവും കർത്താവിൻ്റെ സമയത്തിനായിട്ട് ഞാൻ കാത്തിരുന്നു. അങ്ങനെ ദൈവാനുഗ്രഹപ്രകാരം ഈ കൊല്ലം 2026 ജനുവരി 1 എനിക്ക് ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ സാധിച്ചു. ജനുവരി 10 അടുത്ത ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ ഫസ്റ്റ് ഓപ്പൺ ചെയ്ത അന്ന് തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഹാഫ് എമൗണ്ട് എനിക്ക് റിട്ടേൺ ആവുകയും ചെയ്തു. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടായ ആ സഹനത്തിൻ്റെ പേരിൽ വിഷമിച്ച് ഞാൻ അങ്ങനെ ഇരിക്കുകയായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എവിടെ എത്തില്ല. അപ്പം ഞാൻ നേരെ മറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെന്നൊരു ഇത് ഞാൻ വിശ്വസിച്ചു. ദാവീദ് രാജാവ് പറയുന്നത് പോലെ സഹനങ്ങൾ എനിക്ക് ഉപകാരമായി, അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ കൂടുതൽ അറിഞ്ഞല്ലോ എന്ന്. അങ്ങനെ ഒരു സഹനം വന്നപ്പോഴാണ് ഞാൻ കഴിഞ്ഞ വർഷത്തെ ഈ സെപ്റ്റംബറിൽ ഇങ്ങനെ എല്ലാം ക്യാൻസൽ ചെയ്തതിന് ശേഷം ഞാൻ ഒക്ടോബറിൽ 3 ദിവസം ധ്യാനം കൂടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ അടുത്തിരിക്കാനുള്ളൊരു സമയം കിട്ടി. അപ്പോൾ എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഞാൻ അതിനെ പോസിറ്റീവായിട്ട് എടുത്തു. അതിൻ്റെ അനുഗ്രഹം ദൈവം എനിക്ക് തരുകയും ചെയ്തു. അപ്പം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെ അതിനെ അതിജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. മറ്റുള്ളവർ പറയുമ്പോൾ ആ പോട്ടെ സാരില്ല, ആ ഒരു കാര്യം ചെയ്യും, അല്ലെങ്കിൽ ഇന്ന വഴിപാട് ചെയ്യും, അതൊന്നുമല്ല. നമ്മുടെ മൈൻഡിനെ നമ്മൾ പവർഫുള്ളാക്കണം. അതിന് വചനം നിറയണം. ആ വചനം നമ്മളിൽ പലർക്കും അറിയില്ല. അപ്പോൾ അത് പഠിക്കണം നമ്മൾ. അപ്പോൾ നമ്മൾ ബൈബിൾ വചനങ്ങൾ ധാരാളമായിട്ട് പഠിക്കുക. നമുക്ക് ഒരുപാട് നൊവേനകൾ അറിയാം, ഒരുപാട് ചെറിയ പ്രാർത്ഥനകളൊക്കെ അറിയാം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ബൈബിൾ വചനം എന്ന് പറയുന്നത് വളരെ വളരെ പവർഫുള്ളാണ്.